ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബീഫും വെജിറ്റബിൾസൊക്കെ ചേർത്ത് ചെയ്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോളാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ബീഫ് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ബീഫ് വിട്ട് വരും. ഇതേപോലെ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടി നന്നായിട്ട് ബീഫിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ബീഫ് ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഫ്രൈ ആയിട്ട് വെന്ത് വരും. ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1 കപ്പ് സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ചെറുതായി കട്ട് ചെയ്തതും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാരറ്റ് നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കാബേജ് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കാബേജും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാബേജും നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് കുക്കായാൽ മതി. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ വെജിറ്റബിൾസിൽ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ബീഫ് വെജിറ്റബിൾസിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് നേരത്തെ ഉപ്പൊന്നും വേറെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. ആദ്യം മുതലേ ചേർത്ത് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിവിടെ ലാസ്റ്റാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ മുട്ട വെജിറ്റബിൾസിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഹോം മെയ്ഡ് സ്പ്രിംഗ് റോൾ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു സൈഡ് വെച്ചതിന് ശേഷം ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് ഒട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ബ്രഷിൽ മുക്കിയിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം റോൾ ചെയ്തെടുക്കുക.
ഞാനിത് 2 എണ്ണം ഇതേപോലെ ചെയ്ത് കാണിക്കാം. ഞാൻ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു സൈഡ് ആയതിനു ശേഷം മറ്റേ സൈഡും ഫ്രൈ ആക്കി എടുക്കുക. ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഈ ഫില്ലിങ് വെച്ചിട്ട് ഒരു 15 റോള് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. മതി, ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയാ? സൂപ്പറാ? ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്പ്രിംഗ് റോള് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.